അങ്ങയുടെ ദർശന സായുജ്യം നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നു. യമധർമ്മ, കാലങ്ങളേറെ ആയില്ലേ നമ്മുടെ ഈ തിരുസന്നിധിയിലെത്തിയിട്ട്? ഇപ്പോൾ എന്തോ കഠിനമായ ദുഃഖം മതിക്കുന്ന ഉള്ളുമായാണ് ഈ സന്നിധിയിൽ അണഞ്ഞതെന്ന് മനസ്സിലായി. അതേ സൃഷ്ടിവല്ലഭ, കാര്യകാരണങ്ങളില്ലാതെ അങ്ങയെ ദർശിക്കുകയില്ല ഭഗവാനെ. ഭഗവാനെ, കുറെ കാലം കൊണ്ട് നരകലോകം ശൂന്യമായി കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യാത്മാവ് പോലും നരകലോകത്തിൽ പ്രവേശിക്കുന്നില്ല. നരകലോകം മനുഷ്യാത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുകയാണ്. ഇപ്പോൾ നാമും നമ്മുടെ കിങ്കരന്മാരും വെറുതെ പകിട കളിച്ച് കാലം കഴിച്ചു കൂട്ടുന്നു. യമധർമ്മൻ ഉണർത്തിച്ചത് വളരെ ശരിയാണ്. ഭൂലോകവാസികൾ മുഴുവൻ ശ്രീരുദ്രമന്ത്രം ജപിക്കുകയാണ്. ആ മന്ത്രം ജപിച്ച് സജ്ജനങ്ങളായി തീർന്നവർക്ക് സ്വർഗമുറപ്പാണ്. പിന്നെങ്ങനെ നരകലോകത്തിൽ ആത്മാക്കളെത്തും? പ്രഭു, ഇനി ഞങ്ങൾ എന്തു ചെയ്യും? ഇതിനൊരു അവസാനം ഉണ്ടായേ മതിയാകൂ. മാർഗമുണ്ട്. എന്താണ് മാർഗം ബ്രഹ്മദേവ? മനുഷ്യരിൽ ശ്രദ്ധയും പരസ്പര വിശ്വാസവും ഇല്ലാതാക്കിയാൽ മാത്രം മതി. പരസ്പര വിദ്വേഷവും കാമക്രോധങ്ങളും ആസക്തികളും ഉള്ളിൽ അങ്കുരിച്ചാൽ പിന്നെവിടെ നാമജപം? ഇനി നാമം ജപിച്ചാൽ പോലും അത് ഫലിക്കാതെ വരും. പിന്നെ നരകലോകത്തിലേക്ക് ആത്മാക്കളുടെ പ്രവാഹമായിരിക്കും. ഈ മാർഗം ഫലിക്കുമോ? തീർച്ചയായും യമധർമ്മ. മരണപാശം കയ്യിലുള്ള അങ്ങയെ നശിപ്പിക്കുവാൻ ദേവന്മാർക്കോ അസുരന്മാർക്കോ യക്ഷരാക്ഷസ നാഗന്മാർക്കോ മനുഷ്യർക്കോ സാധ്യമല്ലെന്നിരിക്കെ ഈ മാർഗം ഫലം കാണുക തന്നെ ചെയ്യും. ചെല്ലു.